ശ്രീയ അന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ഒരുകൂടി കണ്ടതിന് ശേഷം പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, അന്നൊരു മുങ്ങിയതാ. പൊങ്ങിയത് ഞാൻ അന്ന് പ്രോമിസ് ചെയ്ത പോലെ ഞാൻ ജിം ഇട്ടു സാർ. ജിമ്മിട്ടല്ലേ? ഇട്ടു. ഇപ്പൊ 2-3 വർഷം ആയല്ലോ അപ്പൊ ഇട്ടിട്ട് അല്ലേ? അതെ, ഞാനിപ്പം 2 വർഷം ആവുന്നുണ്ട് ജിം ഇട്ടിട്ട്. ഇപ്പൊ അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും എനിക്കൊരു നല്ല ഒരു പോപ്പുലർ ബ്രാൻഡിന്റെ അംബാസിഡർ ആണ് ഫിറ്റ്നസിന്റെ. അത്യാവശ്യം നല്ല വരുമാനം കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അതെ, ഒഫീഷ്യലി. അപ്പൊ യൂട്യൂബിലോട്ട് കൈവച്ചിട്ടില്ല. കൈവെക്കണം. കാര്യം അവിടെ വരുമാനം അവിടെയാ ഉള്ളത്. അതെ, നമ്മുടെ ചോദിച്ചാൽ അത് കണ്ടിട്ട് അസൂയ വരുന്നുണ്ട്. ഇവരെ പോലെ അങ്ങ് കേറാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇതിനകത്ത് നമുക്ക് തലവടി മുട്ട് കയറണ്ട, നേരെ കയറാം. പക്ഷെ എന്നാലും ഇൻസ്റ്റഗ്രാം എപ്പോഴും എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി നല്ല ബ്രാൻഡ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാധാരണ ഈ മസിൽ വരിപ്പിച്ചു വരുന്നതെല്ലാം പുരുഷന്മാരാ കൂടുതലും. സ്ത്രീകൾ ഈ രംഗത്ത് കുറവല്ലേ? അതെ, അതുകൊണ്ട് ഗുണമുണ്ടോ? എന്തുകൊണ്ടില്ല. ഇപ്പൊ കുറെ ഇപ്പൊ ആണുങ്ങളും പെമ്പിള്ളേരും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾ കൂടുതൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണുങ്ങളുടെ കണ്ടന്റ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഫിറ്റ്നസിലാണെങ്കിലും എല്ലാത്തിലും ഡൗട്ടുകൾ കൂടുതലാണ്. അപ്പൊ സ്ത്രീകൾ കണ്ടന്റ് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ തുടങ്ങിയ സമയത്ത് കുറവായിരുന്നു. ഇപ്പൊ ഒത്തിരി സ്ത്രീകൾ എസ്പെഷ്യലി കേരളത്തില്. സ്ത്രീകളാണോ പുരുഷന്മാരെയാണോ? രണ്ടുപേരെയും. അപ്പം ഈ എന്നാലും മേജർ കസ്റ്റമേഴ്സ് ആരാ? വിമൻ ക്ലയൻസ്. കൂടുതൽ സ്ത്രീകൾ രംഗത്തേക്ക് വരുന്ന എങ്ങനെയുണ്ട്? നമ്മുടെ പണി പോകത്തില്ലെങ്കിൽ? ഇല്ല, നമ്മുടെ പണി ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് ഇപ്പം ആൾക്കാർ ഫിറ്റ്നസിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇരിക്കുകയല്ലേ. അപ്പൊ ഞാൻ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കാര്യമില്ല. കുറെ ആൾക്കാർ ചെയ്തു വരണം, കുറെ ആൾക്കാർക്ക് ഫിറ്റ്നസ് എത്തണം. അതാണ് എന്റെ ആഗ്രഹം.